സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻഫോലൈറ്റ്. നമ്മളിന്ന് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റിലെ പേപ്പർ 1 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2018 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ്? ടീച്ചിങ്ങിൻ്റെ നേച്ചറും അതേപോലെ തന്നെ ഒബ്ജക്റ്റീവും ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതെല്ലാമാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, നമുക്ക് ഓരോ നോക്കാം. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇൻറ്റഗ്രലി റിലേറ്റഡ്. ടീച്ചിങ്ങും ലേണിങ്ങും റിലേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടീച്ചിങ്ങും ട്രെയിനിങ്ങും തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. കൺസേൺ ഓഫ് ഓൾ ടീച്ചിങ് ഇസ് ടു എൻഷ്യൂർ സം കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇൻ സ്റ്റുഡൻറ്റ്. ടീച്ചിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? നമ്മുടെ സ്റ്റുഡൻസിൽ ഒരു പർട്ടിക്കുലർ സം കൈൻഡ് ഓഫ് ഒരു ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ച് ഉണ്ടാവണം. ഓൾ ഗുഡ് ടീച്ചിങ് ഈസ് ഫോമൽ ഇൻ നേച്ചർ. നല്ല ടീച്ചിങ് എന്ന് പറയുന്നത് ഫോമൽ ആയിരിക്കണം. എ ടീച്ചർ ഈസ് എ സീനിയർ പേഴ്സൺ. ടീച്ചിങ് ഈസ് എ സോഷ്യൽ ആക്ട് വെയറാസ് ലേണിംഗ് ഈസ് എ പേഴ്സണൽ ആക്ട്. ഇത്രയും പോയിൻറ്റ്സ് നമുക്ക് നട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സും ടീച്ചിങ്ങിൻ്റെ നേച്ചറും കാണിച്ചു തരുന്നേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലേ? ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും നമുക്കിവിടെ? ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സീനിയർ പേഴ്സൺ ആവണം എന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഓപ്ഷൻ നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ടീച്ചർ ഇസ് സീനിയർ പേഴ്സൺ, നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓൾ ഗുഡ് ടീച്ചിങ് ഇസ് എ ഫോമൽ ഇൻ നേച്ചർ. അതിൻ്റെ ആവശ്യമില്ല. എല്ലാ ടീച്ചിങ്ങും ഫോർമൽ ഇൻഫോർമൽ ടീച്ചിങ്ങും ഉണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് ഡിയും ഇയും കളയാം. ഡിയും കളയാം. നമുക്ക് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ തന്നെ ഡിയും ഇയും കളയാൻ പറ്റും, അല്ലേ? നമുക്ക് ഡി വരുന്ന ഓപ്ഷൻ കളയാം, അതുപോലെ ഇ വരുന്ന ഓപ്ഷൻസും കളയാം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആൻസറിൽ എത്തിയിട്ടുണ്ട്. തേർഡ് വൺ നമുക്ക് നോക്കാം. നോക്കി, ടീച്ചിങ്ങും ലേണിങ്ങും റിലേറ്റഡ് അല്ലേ? ടീച്ചിങ്ങും ലേണിങ്ങും ഇൻറ്റർലി റിലേറ്റഡ് ആണ്. അതൊക്കെയാണ്. പിന്നെ എന്താണ്, നമുക്ക് ടീച്ചിങ്ങും ട്രെയിനിങ്ങും തമ്മിൽ ഒരു ഡിഫറൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ട്രെയിനിങ്ങിനും ടീച്ചിങ്ങിനും വിളിച്ചാൽ പോരെ, അല്ലേ? അപ്പോൾ അവിടെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് പറയാൻ വേണ്ടി സാധിക്കും. പിന്നെന്താണ്, ദ കൺസേൺ ഓഫ് ഓൾ ടീച്ചിങ്. എല്ലാ ടീച്ചിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? ഒരു ട്രാൻസ്ഫോർമേഷൻ, ചിൽഡ്രനിൽ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണണം, അതിനുവേണ്ടി ടീച്ചിങ് നടത്തുന്നത്. പിന്നെ ടീച്ചിങ് എന്ന ഒരു ഡെഫിനിഷൻ പോലെ പറയുന്നതാണ്, ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആക്റ്റും ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ആക്റ്റുമാണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എയും സിയും എഫ് മാത്രമാണ്. സോ നമ്മുടെ ഒന്നാമത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ 3 ആണ് വരുന്നത്. എ, സി ആൻഡ് എഫ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഹൈലി റിലേറ്റഡ് ടു എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ്? ടീച്ചിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈലി റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണെന്ന് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കി, ഇപ്പോൾ ലേണറിൻ്റെ ക്യാരക്ടർ നമുക്ക് വേണ്ടത് അതെന്ത് ചെയ്യണം? ടീച്ചിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ ഹൈലൈറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, അതിനെ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കണം. അപ്പോൾ നോക്കാം. ഒന്നാമത് പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ദ ലേണർക്ക് ഓൾറെഡി എന്താണ് ക്ലാസ്സിൽ ഇരിക്കുന്ന മുന്നേ തന്നെ കുറച്ച് കൂടുതൽ അറിവുകളും അതുപോലെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയൊരു എക്സ്പീരിയൻസും ഉണ്ട്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഓഫ് ദ പാരൻസ് ഓഫ് ലേണറിൻ്റെ പാരൻസിൻ്റെ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ്. പിന്നെ ലേണറിൻ്റെ കൂടെ പഠിക്കുന്ന പിയർ ഗ്രൂപ്പ്. ഓക്കെ, അത് ഫാമിലി സൈസ് ഫ്രം വിച്ച് ദ ലേണർ കംസ്. എങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്നാണ് ആ ഒരു ചൈൽഡ് വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളിൽ ഏതാണ് ടീച്ചിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ലേണർ ക്യാരക്ടർ ഏതായിരിക്കും? നമുക്കിവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒരിക്കലും പാരൻസിൻ്റെ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ആ ചൈൽഡിൻ്റെ ആ ഒരു ലേണിംഗ് അല്ലെങ്കിൽ ടീച്ചിങ് എഫക്റ്റീവ്നെസ്സിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ ലേണറിൻ്റെ പിയർ ഗ്രൂപ്പ്, ഫ്രണ്ട് സർക്കിൾ, അതിലൊന്നും വലിയ കാര്യമില്ല. അതുപോലെ തന്നെ ലേണറിൻ്റെ ഫാമിലി സൈസ് ഇമ്പ്രൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് വലുതായിട്ടും വലിയ കാര്യമൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ലേണറിൻ്റെ പ്രയർ എക്സ്പീരിയൻസ്, അല്ലേ? ലേണർക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പണ്ടൊരു അറിവുണ്ടെങ്കിൽ അത് ടീച്ചിങ്ങിനെ വളരെ ഹെൽപ്പ് ചെയ്യും. അതല്ല അറിവില്ലെങ്കിൽ അത്രയും കൂൾ ടീച്ചർ അത് സ്റ്റാർട്ടിങ് തൊട്ടേ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, in the two set given below, set 1 indicates method of teaching while set 2 indicates the basic requirement for success and effectiveness. അപ്പോൾ നമുക്കിവിടെ മെത്തേഡ് ഓഫ് ടീച്ചിങ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ബേസിക് റിക്വയർമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് വെച്ചിട്ടുള്ളത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ ലെക്ചറിങ് തന്നിട്ടുണ്ട്, ഡിസ്കഷൻ ഇൻ ഗ്രൂപ്പ് ഉണ്ട്, ബ്രെയിൻ സ്റ്റോമിംഗ് ഉണ്ട്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇനി ബേസിക് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയുള്ള? സ്മോൾ സ്റ്റെപ്പ് പ്രസൻറ്റേഷൻ വിത്ത് ഫീഡ്ബാക്ക് പ്രൊവൈഡഡ്,
പ്രൊഡക്ഷൻ ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ഐഡിയാസ്, കണ്ടന്റ് ഡെലിവറി ഇൻ എ lucid language, use of teaching aids and a theme-based interaction among participants. ഓക്കെ, നമുക്കിവിടെ അറിയാവുന്നൊരു കാര്യമാണ് എന്ത് ലെക്ചറിങ്ങിൻ്റെ ഡെഫിനേഷനാണ് തന്നിട്ടുള്ളത്. എന്താണ് ഇത്? കണ്ടന്റ് ഡെലിവറി ഇൻ lucid ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? A3 ആണെന്ന് പറയാം അല്ലേ? അപ്പോൾ A3 ആണെങ്കിൽ A3 വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? A3 വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ C ആണ്. നിൽക്കട്ടെ, നോക്കിയേ, B5 ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താ? ഡിസ്കഷൻ ഇൻ ഗ്രൂപ്പ് എന്താണ്? ഡിസ്കഷൻ ചെയ്യുമ്പോൾ, ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അവിടെ എന്തുണ്ടാവും? പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു തീം ബേസ്ഡ് ഇൻട്രാക്ഷൻ, അവിടെ ഒരു ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ എമംഗ് പാർട്ടിസിപ്പൻസ് ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ അതാണ് എന്ത്? നമ്മുടെ ഡിസ്കഷൻ ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞില്ല. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് മാച്ച് ചെയ്യാം. ഡിസ്കഷൻ ഇൻ ഗ്രൂപ്പ് 5th വണ്ണായിട്ട് മാച്ച് ചെയ്യാം. പിന്നെ ബ്രെയിൻ സ്റ്റോമിങ് എന്താണ്? നമ്മുടെ തലയിൽ, നമ്മുടെ മനസ്സിൽ നമുക്ക് ലാർജ് നമ്പർ ഓഫ് ഐഡിയാസ് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? അപ്പോൾ C നമുക്ക് എന്ത് ചെയ്യാം? 2 കണക്ട് ചെയ്യാം. പിന്നെ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയർ, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ പ്രൊസീജിയർ എന്താണ്? കൃത്യമായിട്ടുള്ള നമുക്കൊരു പ്രൊസീജിയർ തന്നിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്മോൾ സ്റ്റെപ്പ് പ്രസൻറ്റേഷൻ വിത്ത് ഫീഡ്ബാക്ക് പ്രൊവൈഡഡ്. ഓക്കെ, അതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയർ. നമ്മൾ സ്മോൾ സ്റ്റെപ്പായിട്ട് പ്രസൻറ്റ് ചെയ്യും, കൂടെ തന്നെ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ ഫീഡ്ബാക്സും പ്രോപ്പറായിട്ട് കിട്ടുന്നതുമാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വരും? നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ 3 ആണ്. ഓപ്ഷൻ C is the right answer. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. From the list of evaluation procedure given below, identify those which will be called formative evaluation. Indicate your answer by choosing from the code. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ. അപ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻസ് എന്താണ്? നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ടീച്ചർ സ്റ്റുഡൻറ്റിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ള കറക്റ്റീവ്നെസ് ഒക്കെ കൊടുത്ത് പോകുന്ന ഒരു സംഭവമാണ് ഇത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ലേ? ഓൺ ഗോയിങ് ടീച്ചിങ്ങിൽ തന്നെ ചെയ്യുന്ന ഇവാലുവേഷനാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. അപ്പോൾ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് വെച്ചിട്ടുള്ളത്? എ ടീച്ചർ അവാർഡ് ഗ്രേഡ്സ് സ്റ്റുഡൻസ് ആഫ്റ്റർ ഹാവിങ് ട്രാൻസാക്ട് ദ കോഴ്സ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ടീച്ചർ ഒരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് ഫോർമേറ്റീവ് ആവും. അല്ല, അവിടെ ക്ലാസ് ഒക്കെ എടുത്ത് കഴിഞ്ഞു, അതായിട്ടുള്ള കാര്യം. അപ്പോൾ അത് വരില്ല. ഡ്യൂറിങ് ഇൻട്രാക്ഷൻ വിത്ത് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം ടീച്ചർ പ്രൊവൈഡ് കറക്റ്റീവ് ഫീഡ്ബാക്ക് അല്ലേ? എന്താണ്? ക്ലാസ് റൂമിൽ സംസാരത്തിനിടയിൽ, ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ കറക്റ്റീവ് ഫീഡ്ബാക്ക് സ്റ്റുഡൻസിന് കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ്. അപ്പോൾ നമുക്ക് B കറക്റ്റാന്ന് പറയാം. നെക്സ്റ്റ്, ടീച്ചർ ഗീവ്സ് മാർക്ക് ടു സ്റ്റുഡൻസ് ഓൺ എ യൂണിറ്റ് ടെസ്റ്റ്. ഒരു കുറച്ച് ചാപ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടല്ലേ, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എടുത്ത് കഴിഞ്ഞിട്ടല്ലേ യൂണിറ്റ് ടെസ്റ്റ് നടത്തുള്ളൂ. അപ്പോൾ പഠിപ്പിച്ച് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റുഡൻറ്റിന് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഒരിക്കലും അത് വരില്ല, കളയാം. പിന്നെ എന്താണ്? ടീച്ചർ ക്ലാരിഫൈസ് ദ ഡൗട്ട് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ഇറ്റ് സെൽഫ്. ടീച്ചർ എന്ത് ചെയ്യാണ്? അവിടെ സ്റ്റുഡൻറ്റിൻ്റെ ഡൗട്ട് ക്ലാസ്സിൽ വെച്ച് തന്നെ ക്ലിയർ ചെയ്ത് വിടാണ്. അപ്പോൾ അത് എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഫോർമേറ്റിൽ വരുന്ന കാര്യം തന്നെ. അപ്പോൾ അതും ടിക്ക് ചെയ്യാം. ഓവറോൾ പെർഫോമൻസ് സ്റ്റുഡൻസ് ഇസ് റിപ്പോർട്ട് ടു പാരൻസ് അറ്റ് എവറി 3 months ഇൻ്റർവെൽ. ഓരോ 3 മാസം കൂടുമ്പോഴും പാരൻസിലേക്ക് റിപ്പോർട്ട് എത്തിക്കുകയാണ്. അവിടെ എന്താണ്? ഓൾറെഡി ക്ലാസ് എടുത്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക? പാരൻസിലേക്ക് റിപ്പോർട്ട് എത്തിക്കുക. അപ്പോൾ അത് എന്തായിരിക്കില്ല? ഫോർമേറ്റീവ് വാല്യൂഷൻ ആയിരിക്കില്ല. ലേണേഴ്സ് മോട്ടിവേഷൻ ഈസ് റേസ്ഡ് ബൈ ടീച്ചർ ത്രൂ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. എന്താണ്? ആ ലേണറിൻ്റെ മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യാണ്, ക്ലാസ്സുകൾ വെച്ച് ലേണറിൻ്റെ മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യാണ് ത്രൂ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. അതും വരും. അപ്പോൾ ഇവിടെ വരുന്ന ഏതൊക്കെയാണ്? BDF എന്നതാണ് 4ാമത്തെ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് വരാം. ഓക്കെ, BDF ആണ് ഇവിടെ കറക്റ്റായിട്ട് വരാം. ഇനി 5th വണ്ണാണ്. ഓൾ ടീച്ചിങ് ഷുഡ് എയിം അറ്റ് എൻഷ്യൂറിങ് ലേണിംഗ്. എല്ലാ ടീച്ചിങ് എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു ലേണിങ്ങിന് വേണ്ടി എൻഷ്യൂർ ചെയ്യണം. റീസൺ പറഞ്ഞേക്കാണ്, കാരണം എല്ലാ ലേണിങ്ങും റിസൾട്ട് ഫ്രം ടീച്ചിങ്ങും. എല്ലാ ലേണിങ്സും, നമുക്കുള്ള എല്ലാ അറിവും ടീച്ചിങ്ങിൽ നിന്ന് മാത്രമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന റീസൺ എന്താണ്? എല്ലാ ലേണിംഗ് നമുക്ക് ടീച്ചർ പറഞ്ഞു തന്നതിൽ മാത്രം, അല്ലെങ്കിൽ ടീച്ചിങ്ങിലൂടെ മാത്രം കിട്ടുന്ന ലേണിങ്സ് അല്ല. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ പല സാധനങ്ങളും പഠിക്കും അല്ലേ? അപ്പോൾ ടീച്ചർ വന്ന് നമുക്കിങ്ങനെ ടീച്ച് ചെയ്താൽ മാത്രമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റീസൺ തെറ്റാന്ന് പറയാൻ പറ്റും അല്ലേ? നമുക്ക് റീസൺ തെറ്റാന്ന് വേണ്ടി പറയാൻ പറ്റും. അപ്പോൾ റീസൺ തെറ്റാവുമ്പോൾ പിന്നെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ A ട്രൂവും 6 ഫോൾസും നമുക്ക് ഓപ്ഷൻ 3 എത്താൻ വേണ്ടി സാധിക്കും അല്ലേ? ഇനി നെക്സ്റ്റ് 6ാമത്തെയാണ്. നമുക്ക് 2 സെറ്റ് തന്നിട്ടുണ്ട്. ഒന്ന് റിസർച്ച് ടൈപ്പും 2 അതിൻ്റെ ക്യാരക്ടേഴ്സും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് മാച്ച് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഫണ്ടമെൻ്റൽ റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്, ആക്ഷൻ റിസർച്ച്, ഇവാലുവേറ്റീവ് റിസർച്ച്. ഇനി അതിൻ്റെ സെറ്റ് 2 നോക്കാം. ഫൈൻഡിങ് ഔട്ട് ദ എക്സ്റ്റെൻറ്റ് ഓഫ് പെർസീവ്ഡ് ഇമ്പാക്റ്റ് ഓഫ് ആൻ ഇൻ്റർവെൻഷൻ, ഡെവലപ്പിംഗ് ആൻ എഫക്റ്റീവ് എക്സ്പ്ലനേഷൻ ത്രൂ തിയറി ബിൽഡിംഗ്.
തിയറി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിയറി ബിൽഡ് എന്താണ്? ഫണ്ടമെൻ്റൽ റിസർച്ച് തിയറി ബിൽഡ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ നമുക്ക് 2 ആണെന്ന് മാർക്ക് ചെയ്യാം. A2 ആണ് 2 ഓപ്ഷൻ ഉള്ളത്, 1ഉം 4ഉം. ഓക്കെ, വെയിറ്റ് ചെയ്യട്ടെ. ഇനി അപ്ലൈഡ് റിസർച്ച് ഉണ്ട്, ആക്ഷൻ റിസർച്ച് ഉണ്ട്, ഇവാലുവേറ്റീവ് റിസർച്ച് ഉണ്ട്. നമുക്ക് ഓർമ്മ വെച്ച് വെക്കാം. ഇംപ്രൂവിങ് ആൻ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ ത്രൂ ദ യൂസ് ഓഫ് ഇൻ്റർവെൻഷൻ, എക്സ്പ്ലോറിങ് ദ പോസിബിലിറ്റി ഓഫ് എ തിയറി ഫോർ യൂസ് ഇൻ വേരിയസ് സിറ്റുവേഷൻ. തിയറീനെ യൂസ് ചെയ്തു, തിയറീനെ അപ്ലൈ ചെയ്തു അല്ലേ? അതാണ് എന്ത്? അപ്ലൈഡ് റിസർച്ച്. അപ്പോൾ ബി നമുക്ക് 4 ആണെന്ന് പറയാം. ബി 4 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1 തന്നെയാണെന്ന് പറയാൻ പറ്റും. ബി 4 ആണ്. നെക്സ്റ്റ് നോക്കാം. ഇനി എന്താണ്? ആക്ഷൻ റിസർച്ച്. സി എന്താണ് ഇതല്ലേ? ഇംപ്രൂവിങ് ആൻ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ ത്രൂ ദ യൂസ് ഇൻ്റർവെൻഷൻ. നമ്മളോട് ഒരു ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു പുതിയ ഇൻ്റർവെൻഷൻ യൂസ് ചെയ്തിട്ട് എക്സിസ്റ്റ് സിറ്റുവേഷനെ ഇംപ്രൂവ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ അവിടെ ഒരു ആക്ഷൻ ചെയ്യും നമ്മൾ, ആക്ഷൻ റിസർച്ച്. നമ്മൾ പിന്നെ എന്താണ്? അതിൻ്റെ ഇമ്പാക്റ്റ് പഠിക്കുന്നു. ഇമ്പാക്റ്റ് പഠിക്കാൻ വെച്ചാൽ എന്താണ്? അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡി വരാക 1 ആയിരിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ സെറ്റ് ഓഫ് ആക്ടിവിറ്റി ബെസ്റ്റ് ഇൻഡിക്കേറ്റ് ദ സൈക്ലിക് നേച്ചർ ഓഫ് ആക്ഷൻ റിസർച്ച് സ്ട്രാറ്റജി? ആക്ഷൻ റിസർച്ച് അല്ലേ? ആക്ഷൻ റിസർച്ചിൻ്റെ ആ ഒരു സൈക്ലിക് നേച്ചർ എങ്ങനെയാണ്? ആദ്യം എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ എല്ലാം പ്ലാൻ ചെയ്യണം, പിന്നെ ആക്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാം വരയ്ക്കാം. എന്താണ്? ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തു, പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ആക്ട് ചെയ്യും. ആക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒബ്സർവ് ചെയ്യും. ഒബ്സർവ് ചെയ്തിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും അല്ലേ? അപ്പോൾ പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്റ്റ്. പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്റ്റ്. അതാണ് എന്ത്? ഈ പറഞ്ഞ സൈക്ലിക് നേച്ചർ ഓഫ് ആക്ഷൻ റിസർച്ച് സ്ട്രാറ്റജി. അപ്പോൾ ഏതൊക്കെ ആൻസർ വരാം? നമ്മുടെ 4ാമത്തെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. 8ാമത്തെ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് റിസർച്ച് സ്റ്റെപ്പ് ഈസ് നിയറർ ടു ദ സയൻറ്റിഫിക് മെത്തേഡ്? റിസർച്ച് സ്റ്റെപ്പ്, സയൻറ്റിഫിക് മെത്തേഡ്. അപ്പോൾ റിസർച്ച് സ്റ്റെപ്പ് ഓർക്കാം. നമ്മൾ എപ്പോഴും എങ്ങനെയൊക്കെ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും അല്ലേ? നമ്മുടെ പ്രോബ്ലം എന്താ ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് ആ പ്രോബ്ലത്തിനുള്ള കോസ് എന്താണെന്ന് മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത് അല്ലേ? എന്നിട്ട് ഇനി ആ പ്രശ്നത്തെ പറ്റി പഠിക്കാൻ നമുക്ക് എന്താണ്? ഒരു പോപ്പുലേഷൻ വേണം. അപ്പോൾ നമ്മൾ ഒരു പോപ്പുലേഷനെ സെലക്ട് ചെയ്യും. ആ പോപ്പുലേഷൻ നമ്മൾ ഫുൾ പോപ്പുലേഷൻ നമുക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിൽ നിന്നൊരു സാമ്പിൾ സെലക്ട് ചെയ്യും അല്ലേ? ഒരു സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യും. ഇനി ആ സാമ്പിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യും. ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് റിസൾട്ട് അനലൈസ് ചെയ്യും അല്ലേ? അപ്പോൾ അത് നമ്മൾ ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്യും, അതിൽ നിന്ന് അതിൻ്റെ കോഴ്സ് മനസ്സിലാക്കും, എന്നിട്ട് ആ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഒരു പോപ്പുലേഷൻ സെലക്ട് ചെയ്യും. ആ പോപ്പുലേഷനിൽ നിന്നൊരു സാമ്പിൾ എടുക്കും. സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യും? സാമ്പിളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യും. ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ റിസൾട്ട് അനലൈസ് ചെയ്യും. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് വരുന്നതാണ് എന്ത്? റിസർച്ച് സ്റ്റെപ്പ്. അത് തന്നെയാണ് ഇറ്റ്സ് നിയർ ടു സയൻറ്റിഫിക് മെത്തേഡും. അപ്പോൾ ആ ഒരു ഓർഡർ വരുന്ന ഏതാണുള്ളത്? ഇവിടെ വരുന്നത് നമ്മുടെ ഓപ്ഷൻ 3 ആണ് അതിന് കറക്റ്റ് വരുന്നത്. എന്താ? ഓക്കെ, ഡിഫൈൻ ദ ആദ്യം പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് ഐഡൻറ്റിഫൈ ദ കോസ് ഓഫ് ദ പ്രോബ്ലം, ഡിഫൈൻ എ പോപ്പുലേഷൻ, ഡ്രോ എ സാമ്പിൾ, കളക്ട് ഡാറ്റ ആൻഡ് അനലൈസ് ദ റിസൾട്ട്. ഓക്കെ, നെക്സ്റ്റ്. ദ പ്രോബ്ലം ഓഫ് റിസർച്ച് എത്തിക്സ് ഈസ് കൺസേൺ വിത്ത് വിച്ച് ആസ്പെക്റ്റ് ഓഫ് റിസർച്ച് ആക്ടിവിറ്റി? എത്തിക്സ് എന്നൊക്കെ പറയുന്നത് ഒരു മോറൽ അല്ലേ? മോറൽ വാല്യൂ, എത്തിക്സ്. ആ ഒരു പ്രോബ്ലം ഏത് ആക്ടിവിറ്റിയിലാണ് അഫക്റ്റ് ചെയ്യുക? ഫസ്റ്റ് വൺ, ഫോളോയിങ് ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഓഫ് തീസിസ്. നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഫോർമാറ്റിൽ എന്ത് എത്തിക്സ് ഇരിക്കുന്നു? വലിയ എത്തിക്സ് ഒന്നും ഇരിക്കുന്നത് അല്ലേ? ഫോർമാറ്റ് മാത്രമാണ്. അപ്പോൾ അതല്ല. ഡാറ്റ അനാലിസിസ് ത്രൂ ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എടുത്താലും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എടുത്താലും അവിടെ എത്തിക്സിനെ ബാധിക്കുന്ന കാര്യമില്ല. ഏത് ടെക്നിക്ക് വേണമെങ്കിലും എടുക്കാം. അതല്ല. ഡിഫൈൻ ദ പോപ്പുലേഷൻ ഓഫ് റിസർച്ച്. നമ്മുടെ റിസർച്ചിൽ പോപ്പുലേഷൻ നമ്മൾ ഏതാണെന്ന് മനസ്സിലാക്കുന്നു. നിൽക്കട്ടെ. എവിഡൻസ് ബേസ്ഡ് റിസർച്ച് റിപ്പോർട്ടിംഗ്. നമ്മളൊരു എവിഡൻസ്ഡ് ബേസ്ഡ് റിസർച്ച് റിപ്പോർട്ടിംഗ് ആണെങ്കിൽ, ഒരു എവിഡൻസിനെ വെച്ചിട്ടുള്ള റിസർച്ച് റിപ്പോർട്ടിംഗ് ആണെങ്കിൽ അവിടെ ഉറപ്പായിട്ട് എന്തിരിക്കണം? എത്തിക്സ് ഉണ്ടായിരിക്കണം. കാരണം എന്താ? നമ്മൾ കാണിക്കുന്നത് ട്രൂ ആയിട്ടുള്ള എവിഡൻസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക? 4 ആണ്, എവിഡൻസ് ബേസ്ഡ് റിസർച്ച് റിപ്പോർട്ടിംഗ്. ഓക്കെ, നെക്സ്റ്റ് ആണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് പൊട്ടൻഷ്യൽ ഫോർ നറിഷിംഗ് ക്രിയേറ്റീവ്
ക്രിയേറ്റീവും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയും കൂടുതൽ ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഒരു ആക്ടിവിറ്റി എന്താണ്? നമ്മുടെ ക്രിയേറ്റിവിറ്റിയും കൂടണം, അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇൻക്രീസ് ചെയ്യണം. അതിനുള്ള ആക്ടിവിറ്റി ഏതാണെന്ന് വെച്ചിട്ടുള്ളത് പ്രിപ്പയറിംഗ് റിസർച്ച് സമ്മറി, presenting a seminar paper, participation in research conference or participating in workshop. ഒരു റിസർച്ച് സമ്മറി പ്രിപ്പയർ ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ സെമിനാർ പേപ്പർ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണോ, റിസർച്ച് കോൺഫറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണോ, അതോ വർക്ക്ഷോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണോ ഒരു വ്യക്തിയുടെ ക്രിയേറ്റിവിറ്റി കൂടാം? റിസർച്ച് സമ്മറി പ്രിപ്പയർ ചെയ്യുക എന്ത് ക്രിയേറ്റിവിറ്റി കൂടാ, അല്ലെങ്കിൽ എന്ത് ക്രിട്ടിക്കൽ തിങ്കിങ് കൂടാ? നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതിൻ്റെ സമ്മറി പ്രിപ്പയർ ചെയ്യണേ, അവിടെ ഒരിക്കലും നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് വളരാൻ പോകുന്നില്ല. അപ്പോൾ നമുക്കത് കളയാം. സെമിനാർ പേപ്പർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ നമ്മൾ ഉണ്ടാക്കിയ PPT പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ക്രിയേറ്റിവിറ്റിയോ തിങ്കിങ്ങോ നമുക്ക് ആവശ്യം, നമ്മൾ മാത്സ് പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് എന്തൊരു ആക്റ്റീവായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതും കളയാം. റിസർച്ച് കോൺഫറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മളൊരു കോൺഫറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും, ആ കോൺഫറൻസ് ശ്രദ്ധിച്ച് കേൾക്കായിരിക്കും, അല്ല നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അല്ലേ. നമ്മൾ ആ മീറ്റിങ്ങിന് പോയി പങ്കെടുക്കുന്നു, ശ്രദ്ധിച്ച് കേൾക്കുന്നു, അതിന് പ്രത്യേകിച്ച് നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. വർക്ക്ഷോപ്പിൽ നമ്മൾ എന്തിനാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്? നമ്മൾ വർക്ക്ഷോപ്പിൽ നമ്മൾ ഇൻട്രാക്ഷൻ ആയിരിക്കും അല്ലേ. എല്ലാവരും അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യും, അവരുടെ ഓരോരോ അവരുടെ ന്യൂ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും, ഐഡിയാസ് വരും. അങ്ങനെ വരുമ്പോൾ അവിടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാണ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? 4 ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ.